എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജിത. എന്റെ സ്വദേശം പാലക്കാടാണ്. ഈ കഴിഞ്ഞ LDC റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 248 റാങ്ക് ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഏതൊക്കെ മെത്തേഡ്സ് വഴിയാണ് പഠിച്ചത്, ഏതൊക്കെ ബുക്സും സോഴ്സാണ് റെഫർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു 4 കോമൺ സോഴ്സസിനെ കുറിച്ച് പറയാം. ഈ 4 ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് SCRT. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ SCRT ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ SCRT റാങ്ക് ഫയൽസ്, ഒരു സ്റ്റാൻഡേർഡ് റാങ്ക് ഫയൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ലക്ഷ്യമായിരുന്നു. ഏത് റാങ്ക് ഫയൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം. പിന്നെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിനായിരുന്നു കൂടുതലും ഫോളോ ചെയ്തത്. പിന്നെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പറയാൻ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സിലബസ്. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും സിലബസ് ആണ് ആദ്യം പഠിക്കേണ്ടത്. സിലബസിലെ ഓരോ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 90% എങ്കിലും സിലബസിലെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പോവാൻ. കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ പഠിക്കുക മാത്രമല്ല, റിവിഷൻ കൂടെ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഞാൻ സിലബസിലെ ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ചുരുക്കി പറയാം. ഓക്കെ, ആദ്യം അതിലേക്ക് കടക്കാം. അപ്പോൾ കേരള ഹിസ്റ്ററി അല്ലേ, സിലബസിൽ ആദ്യം നോക്കുമ്പോൾ തന്നെ ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിക്ക് ആണെങ്കിൽ SCRT അല്ലാതെ അതായത് ഞാൻ ആദ്യം പറഞ്ഞ 4 സോഴ്സസ് ഉണ്ടല്ലോ, അത് അല്ലാതെ ഞാൻ എന്തൊക്കെയാ ഫോളോ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ SCRT റാങ്ക് ഫയൽ അല്ലാതെ ഞാൻ ശ്രീധരൻ മേനോൻ ടെക്സ്റ്റ് കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീധരൻ മേനോൻ വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്നത് ഡിഗ്രി ലെവലിൽ പഠിച്ച ആൾക്കാർ കൂടെ ഉണ്ടാവും. ഓക്കെ, സോ അവർ ആ ബുക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവരത് ആൻസർ ചെയ്യും. നിങ്ങൾ അത് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, സോ എന്താ സംഭവിക്കുക, നിങ്ങളുടെ മാർക്ക് അവിടെ കുറയും, റാങ്ക് കുറയും, ചിലപ്പോൾ ലിസ്റ്റിൽ തന്നെ വരാൻ ചാൻസ് ഇല്ലാതെ ആകും. സോ എക്സാം എഴുതുന്ന മറ്റുള്ള കുട്ടികൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു എക്സാം എഴുതുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, എല്ലാവരും പഠിക്കുന്ന ടോപ്പിക്സ്, എല്ലാവരും പഠിക്കുന്ന സോഴ്സസ്, ബുക്സ് എന്തായാലും വായിച്ചിരിക്കണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കാര്യം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ ആ ബുക്ക് വായിക്കാൻ വേണ്ടി പറഞ്ഞത്. സോ അത്ര വലിയൊരു ബുക്കൊന്നും അല്ല, എന്നാലും നമ്മൾ ഒരു ദിവസം ഞാൻ സാധാരണ ഒരു ബുക്ക് വായിക്കുമ്പോൾ ചെയ്യാറുള്ളത് മൊത്തം പേജ് നമ്പർ എത്രയുണ്ടെന്ന് നോക്കും, എക്സാമിന് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കും, എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ദിവസം ഇത്ര വായിച്ചാൽ മതി, അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ബുക്ക് വായിക്കാറുണ്ടായിരുന്നു. വായിക്കുമ്പോൾ കൂടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് 10th ലെവൽ എക്സാമിന് ചോദിക്കുക രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ട് വേണം വായിക്കാൻ. സോ പിന്നീട് അത് മാത്രം റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, ഡിഗ്രി ലെവൽ അങ്ങനെയല്ല. ഡിഗ്രി ലെവൽ പഠിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ റാങ്ക് ഫയൽ കൂടാതെ ഞാൻ വായിച്ചിട്ടുള്ളത് തമിഴ്നാട് SCRTയുടെ ബുക്കാണ്. തമിഴ്നാട് SCRTയുടെ ബുക്കിൽ കുറച്ച് വായിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, ക്രിസ്പായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ റാങ്ക് ഫയൽ നോക്കണം, SCRT നോക്കണം. അത് കൂടാതെ തമിഴ്നാട് SCRTയുടെ ബുക്സ് കൂടെ തമിഴ്നാട് SCRTയുടെ +1 +2 ബുക്സ് ആണ്. ഓക്കെ, സോ 10th വരെയുള്ള ബുക്സ് നോക്കേണ്ട ആവശ്യമില്ല. കേരള SCRT ആണെങ്കിൽ 5th to 10th ആണ് നോക്കിയത്. തമിഴ്നാട് SCRT 11th 12th ടെക്സ്റ്റ് ആണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്, നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, തമിഴ്നാട് SCRT ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ട് നന്നായി വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളും ആയിരുന്നു വേൾഡ് ഹിസ്റ്ററിക്കും ഇന്ത്യൻ ഹിസ്റ്ററിക്കും. ഓക്കെ, പിന്നെ ജോഗ്രഫിയാണ് ഉള്ളത്. ജോഗ്രഫി സിലബസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ജോഗ്രഫി SCRT ചാപ്റ്റേഴ്സും സിലബസും സെയിം ആണ്. സോ അവർ സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ SCRT ചാപ്റ്റേഴ്സ് നോക്കിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ SCRT ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതെ ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ NCERT എടുത്തിട്ട്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, NCERT എടുത്തിട്ട് ആ സിലബസിലെ ടോപ്പിക്സ് മാത്രം ഒന്ന് വായിക്കുക. ഓക്കെ, ഫുൾ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല, അത് മാത്രം വായിച്ചു പോവുക. ഓക്കെ, പിന്നെ വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും. അത് റാങ്ക് ഫയൽ തന്നെയാണ് നോക്കിയത്. പക്ഷേ ചില ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സിലാണ് വരിക. അതായത് ഫോർ എക്സാമ്പിൾ ധാതുക്കളും വ്യവസായവും അങ്ങനെയുള്ള ടോപ്പിക്സ്. അപ്പൊ ഏത് ധാതുവാണ്, ഏത് സ്റ്റേറ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതിലൊക്കെ കറണ്ട് അഫയേഴ്സ് കൂടുതൽ റെഫർ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ റാങ്ക് ഫയൽസ് കൂടാതെ ബഡ്ജറ്റും എക്കണോമിക് സർവേ കൂടി കുറച്ച് അടുത്ത കാലത്തായിട്ട് PSC ചോദിച്ച് കാണാറുണ്ട്. സോ അത് വായിക്കുക. അതായത് ബഡ്ജറ്റും എക്കണോമിക് സർവേയും ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് മുഴുവനായിട്ട് വായിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ഒരു എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ അതുപോലെ വായിക്കുക. അതെങ്ങനെ മനസ്സിലാകാന്ന് വെച്ചാൽ അതിനാണ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സഹായിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലാകും ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് വായിക്കേണ്ടത്,
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നത് പൊളിറ്റിക്സ് ആണ്. ഓക്കെ, പൊളിറ്റിക്സ് റാങ്ക് ഫയൽ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ആർട്ടിക്കിൾസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതല്ലാതെ ലക്ഷ്മികാന്തിന്റെ ബുക്ക് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. അത് ഡിഗ്രി ലെവലുകാർക്കാണ് കൂടുതലും ആവശ്യം വരുന്നത്. പക്ഷെ എന്നാൽ പോലും പൊളിറ്റിക്സ് LDCക്ക് ചെറിയ സിലബസ് ആണ്. സോ ആ ഒരു ടോപ്പിക്സ് മാത്രം എടുത്ത് വായിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ആ ടോപ്പിക്സ് മാത്രം എടുത്തിട്ട് ഒരു 10th ലെവൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വായിക്കുക. ഓക്കെ, അതും ഞാൻ പറഞ്ഞത് ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സാമിന് മറ്റുള്ള ആൾക്കാരെല്ലാം അത് വായിച്ചിട്ടുണ്ടാകും. സോ നിങ്ങൾ അത് വായിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കേരള അഡ്മിനിസ്ട്രേഷൻ ആണ്. കേരള അഡ്മിനിസ്ട്രേഷൻ ഞാൻ റെഫർ ചെയ്തത് ഒരു പുതിയ ടോപ്പിക്കാണല്ലോ അത്. സോ നമുക്ക് റാങ്ക് ഫയലൊന്നും അത് കാണില്ല. എന്റെ റാങ്ക് ഫയൽ ഇല്ലായിരുന്നു. സോ ഞാൻ അതിന് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലാണ് അതിന് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ തണ്ണീർത്തടങ്ങൾ, അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം ലക്ഷ്യയുടെ വീഡിയോ വഴിയാണ് പഠിച്ചത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതല്ലാതെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ ടോപ്പിക്സ് എല്ലാം ലഭ്യമാണ്. സോ അത് വായിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും വായിച്ചിരിക്കണം. ഓക്കെ, അതിന് കുറെ ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് PSC ചോദിച്ച് കാണാറുണ്ട്. പിന്നെ വരുന്നത് സയൻസ് ആണ്. ഓക്കെ, സയൻസ് SC തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഇനി ഇച്ചിരി മനസ്സിലാകാത്ത ടോപ്പിക്സ്, സയൻസ് ആണെങ്കിലും ബാക്കിയുള്ള സബ്ജക്ട്സ് ആണെങ്കിലും മനസ്സിലാകാത്ത ടോപ്പിക്സിൽ മാത്രമേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ കാണാറുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. മനസ്സിലാകാത്ത ടോപ്പിക്സ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ വീഡിയോ മാത്രം കാണാറുണ്ടായിരുന്നു. അത് ഏത് ചാനലാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ടോപ്പിക്ക് മനസ്സിലായാൽ മതിയല്ലോ. പിന്നെ വരുന്നത് കലാ, സാഹിത്യം, സാംസ്കാരികം, പിന്നെ സ്പോർട്സ് ഒക്കെയാണ്. ഓക്കെ, സോ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സൈറ്റ്സ് തന്നെയാണ് അവിടെ ഇമ്പോർട്ടന്റ്. റാങ്ക് ഫയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒഫീഷ്യൽ സൈറ്റ്സും, കേരള കൾച്ചറിന്റെ, കേരള ടൂറിസം, അങ്ങനെയുള്ള ഒഫീഷ്യൽ സൈറ്റ്സും പിന്നെ കറണ്ട് അഫയേഴ്സും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെയാണ് കൂടുതലും വരിക. പിന്നെ കമ്പ്യൂട്ടർ ആണെങ്കിൽ SCRT മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആക്ട്സ് വരുമ്പോൾ, ഇമ്പോർട്ടന്റ് ആക്ട്സിൽ നമ്മൾ ബെയർ ആക്ട്സ് ഉണ്ടല്ലോ, ആ ഒഫീഷ്യൽ ആക്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ആക്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതാണ് വായിച്ചത്. അത് വായിച്ചിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് പോയിട്ട് അത് റിവിഷൻ ചെയ്യാണ് ചെയ്തത്. അല്ലാതെ ഇമ്പോർട്ടന്റ് ആക്ട്സ് അങ്ങനെ പഠിക്കുന്നതാണെങ്കിൽ എപ്പോഴും നല്ലത്. ക്വസ്റ്റ്യൻസ് വരുന്നത് ആ സെയിം ആക്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ സെയിം സെന്റൻസ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. സോ അങ്ങനെ വായിക്കുന്നതാണ് കൂടുതൽ യൂസ്ഫുൾ. അതല്ലാതെ പ്രത്യേക ഒരു ചാനലോ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷന് വേണ്ടിയിട്ടോ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ PSC ബുള്ളറ്റിൻ ആയിരുന്നു കൂടുതലും യൂസ് ചെയ്തത്. പിന്നെ മാത്സിനാണ് ജെറിൻസാന്റെ ട്രിക്ടേൺ ആയിരുന്നു കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെലഗ്രാം ചാനൽസിൽ ഗെയിം ഓഫ് മാത്സ് എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു. അതിൽ പോളിൽ വരാറുണ്ട്, കുറെ പോൾസ് വരാറുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ റാങ്ക് ഫയൽ തന്നെയാണ് കൂടുതൽ പഠിച്ചത്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷും മലയാളത്തിലും റാങ്ക് ഫയലിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഒരു ബേസ് കിട്ടുമല്ലോ നമുക്ക്. ആ ബേസ് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അതിനും ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ടെലഗ്രാം ചാനൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. PSC ഇംഗ്ലീഷ് എന്നുള്ള ചാനലും പിന്നെ മലയാളം ഫസ്റ്റ് ബെൽ എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു. ഈ 2 ചാനലിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് PVQസും ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം ഇംഗ്ലീഷിന് PVQs ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ പിന്നെ ഫോളോ ചെയ്ത ഒരു ചാനൽ എന്ന് പറയുന്നത് PSC ത്രില്ലർ ആണ്. ഓക്കെ, മൻസൂർ സാറിന്റെ PSC ത്രില്ലർ ആയിരുന്നു. അതിൽ സാറ് ടൈം ടേബിൾ വൈസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സാംസ് വിടാറുണ്ടായിരുന്നു. അപ്പൊ അത് റെഗുലർ ആയിട്ട് ഒരു ദിവസം പോലും വിടാതെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. ഓക്കെ, സാറിന്റെ ടിപ്സും എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, കുറേ ചാനൽസും ഫോളോ ചെയ്യാതിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം എക്സാമിന് പഠിക്കുന്നിടത്തോളം കൂടുതൽ ഇമ്പോർട്ടൻസ് റിവിഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ കുറേ ചാനൽ ഫോളോ ചെയ്യുമ്പോൾ, ടെലഗ്രാം ചാനലാണെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിലും കുറേ ഫോളോ ചെയ്യുമ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ വീഡിയോ ഏതൊക്കെ ചാനൽ കണ്ടെന്നുള്ള കാര്യം മറന്നു പോകും അല്ലെ. അപ്പൊ എങ്ങനെയാ റിവിഷൻ ചെയ്യാം? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൊത്തം ഒരു കാര്യങ്ങൾ മെസ്സപ്പ് ചെയ്യാതിരിക്കുക, ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും. അപ്പൊ ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അതിലെ എല്ലാ വീഡിയോസും നമ്മൾ കാണും, എല്ലാ കാര്യങ്ങളും പഠിക്കും. സോ അതിൽ തന്നെ റിവിഷൻ ചെയ്യാൻ വേണ്ടി റിവിഷൻ ഭയങ്കര ഈസിയർ ആയിരിക്കും. ഓക്കെ, മാത്രമല്ല കുറേ സോഴ്സസ് ആകുമ്പോൾ കാര്യങ്ങൾ മറന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും സോഴ്സസ് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് ഒരു എക്സാമിന്റെ ഒരു രീതി. എൻ്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. ഓക്കെ, കുറേ സോഴ്സ് വായിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
പിന്നെ പറയാനുള്ളത് മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണ്. മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് എക്സാം എഴുതാൻ പോകുമ്പോഴും എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഏതെങ്കിലും അക്കാഡമിയുടെ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് വഴി നമുക്ക് നമ്മുടെ ലെവൽ അറിയാൻ പറ്റും, നമ്മുടെ മാർക്ക് എത്ര അറിയാൻ പറ്റും, നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും, നമ്മുടെ ഏത് സബ്ജക്റ്റിലെ വീക്ക്നെസ്സും ഏത് സബ്ജക്റ്റിലെ സ്ട്രെങ്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് സഹായിക്കും. സോ മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു അക്കാഡമി മോക്ക് ടെസ്റ്റിലേക്ക് ചേർന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഓക്കെ, സോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഞാൻ ചെയ്യാറുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സ്വദേശി മൂവ്മെന്റ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്വദേശി മൂവ്മെന്റ്. അപ്പോൾ ഈ സ്വദേശി മൂവ്മെന്റ് പഠിച്ചെന്ന് വെക്കുക. ആ സ്വദേശി മൂവ്മെന്റ് എന്ന ടോപ്പിക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും, അങ്ങനെ സ്വദേശി മൂവ്മെന്റ് MCQs അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വരും, MCQ വരും റിലേറ്റഡ് ടു ദാറ്റ് ടോപ്പിക്. ഏത് ടോപ്പിക്ക് അടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ആ ടോപ്പിക്ക് റിലേറ്റഡ് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്താ അതുകൊണ്ട് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച കാര്യം ഓർക്കുകയും ചെയ്യും, ഒരു റിവിഷൻ പോലെയാകും, ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഏതായാലും നന്നായി പഠിക്കാം. മെയിൻലി റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറേ സോഴ്സസും കുറേ ബുക്സും പഠിക്കാതിരിക്കുക. പഠിച്ച കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.